അദൃശ്യനായ ദൈവം മനുഷ്യർക്ക് നൽകിയ അമൂല്യമായ സമ്പത്താകുന്നു ബൈബിൾ. മനുഷ്യകരങ്ങളാൽ രചിക്കപ്പെട്ടുവെങ്കിലും ബൈബിളിൻ്റെ രചയിതാക്കളെ സഹായിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തത് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു. മനുഷ്യർ സത്യദൈവത്തെ തിരിച്ചറിയുവാനും വിശ്വസിക്കുവാനും അവിടുത്തെ ഹിതം തിരിച്ചറിയുവാനും ആവശ്യമായതെല്ലാം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ തിരുവചനമാകയാൽ ഇത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഈ ലോകത്തിലെ ജ്ഞാനികളായവർക്ക് പോലും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബൈബിളിലുണ്ടെങ്കിലും ശിശുക്കൾക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിലാകുന്നു ദൈവം ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഒരു മാറ്റവും വരുത്താതെ കാലാനുസൃതമായ അവതരണ ശൈലിയിലൂടെ ജീവസന്ദേശത്തിൻ്റെ പുതിയ ബൈബിൾ പഠന പരമ്പര ആരംഭിക്കുകയാണ്. ഈ പഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യും. കഴിഞ്ഞ 4 ദശാബ്ദങ്ങളായി ബൈബിൾ ക്രമാനുഗതമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവസന്ദേശത്തിൻ്റെ പുതിയൊരു പരമ്പരയിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യട്ടെ. ബൈബിളിലെ ഓരോ പുസ്തകവും അതിലെ അധ്യായങ്ങളും വാക്യങ്ങളും ചിലയിടത്ത് വാക്കുകളും വിശദീകരിച്ച് ദൈവവചനം ലളിതമായി പറഞ്ഞു തരുന്ന ഈ പാഠ്യപദ്ധതി 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആദ്യം റേഡിയോയിലൂടെ ഭാരതത്തിൽ മാത്രം ലഭ്യമായിരുന്ന ഈ പഠനം ഇപ്പോൾ കഴിയുന്നത്ര മാധ്യമങ്ങളിലൂടെ എല്ലാ സ്ഥലങ്ങളിലും ലോകമെമ്പാടും എത്തിക്കുവാൻ ദൈവം സഹായിക്കുന്നു. ദൈവവചനത്തിന് മാറ്റമില്ലെങ്കിൽ തന്നെ അത് പഠിപ്പിക്കുന്ന രീതിക്ക് കാലോചിതമായ മാറ്റം വരുത്തി പുതിയ രൂപത്തിലും അവതരണ ശൈലിയിലും ഇന്നു മുതൽ ഞങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ മാധ്യമങ്ങളിലൂടെ പഠനത്തിൽ പങ്കുചേരുന്നതോടൊപ്പം മറ്റുള്ളവർ കൂടി ഇത് പ്രയോജനപ്പെടുത്തുവാൻ അവരെ പ്രോത്സാഹിപ്പിച്ചാലും. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പ്രാർത്ഥനയ്ക്കുള്ള വിഷയങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. ആയുസ് അനുഗ്രഹപ്രദമാക്കുവാൻ ആവശ്യമായ ദൈവിക ആലോചനകൾ നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവവചനമായ വിശുദ്ധ ബൈബിളിലാണ്. ബൈബിൾ പഠിക്കേണ്ടതുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാതെയുള്ള ശ്രമം പലപ്പോഴും ഉദ്ദേശിച്ച ഫലം തരില്ല. അനേകർക്കും ബൈബിളിനെക്കുറിച്ച് ശരിയായ ധാരണകൾ ഉള്ളതിനേക്കാൾ ഏറെയും തെറ്റായ ധാരണകളാണുള്ളത്. ഇത് വളരെ തെറ്റായ ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെ മുൻവിധികൾ വെച്ചുകൊണ്ട് നാം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ യാതൊന്നും വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഏറെ പ്രചാരത്തിലുള്ള ഒരു മുൻവിധി ഞാൻ പറയാം. അനേകരും ചിന്തിക്കുന്നത് ബൈബിൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഏതോ നിഗൂഢ ഗ്രന്ഥമാകുന്നു എന്നാണ്. എന്നാൽ ബൈബിൾ ഏതൊരു മനുഷ്യനും സ്വയമായി പഠിക്കുവാൻ കഴിയുന്ന ലളിതമായ ഒരു പുസ്തകമാണ്. ഏത് പുസ്തകം പഠിക്കണമെങ്കിലും ചില നിർദ്ദേശങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ പറയുവാൻ പോകുന്നതും അതുതന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം നമ്മെ ബൈബിൾ പഠിപ്പിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന അധ്യാപകനെ തിരിച്ചറിയുക എന്നതാണ്. എന്നെ തിരിച്ചറിയണമെന്നല്ല ഞാൻ പറയുന്നത്. ഈ കാര്യത്തിൽ, ഈ പഠിപ്പിക്കുന്നതിൽ ഞാൻ വെറുമൊരു പൈപ്പ് പോലെയാണ്, ജലവാഹിനിക്കുഴൽ മാത്രമാകുന്നു. യഥാർത്ഥ ഉറവിടത്തിൽ നിന്നും വെള്ളം എത്തേണ്ടിടത്ത് എത്തുവാൻ സഹായിക്കുന്ന പൈപ്പ്, അത്രമാത്രം. ഏതൊരു പ്രസംഗം കേൾക്കുവാൻ തുടങ്ങിയാലും ഉടൻ നമ്മുടെ ആളുകൾ അന്വേഷിക്കുന്ന ഒന്നുണ്ട്: ഈ പഠിപ്പിക്കുന്ന വ്യക്തി ഏത് സഭക്കാരനാണ്? അതറിഞ്ഞിട്ട് വേണം പറയുന്നത് അംഗീകരിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുവാൻ. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ തിരക്കണം എന്നില്ല. കാരണം ബൈബിൾ പഠിപ്പിക്കുവാൻ ഒരു സഭാവിഭാഗവും എന്നെ ആക്കിയിട്ടില്ല. അങ്ങനൊരു വിഭാഗം എനിക്ക് ഇല്ലതാനും. എല്ലാ സഭാവിഭാഗങ്ങളിലും ശരിയും തെറ്റുമുണ്ടാകാം. അതേസമയം വ്യക്തമല്ലാത്ത ചില കാര്യങ്ങളിൽ തങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് പഠിപ്പിക്കുന്നുമുണ്ട്. ഇവയെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവിടുന്നാണ് യഥാർത്ഥ അധ്യാപകൻ.
അതുകൊണ്ടാണ് നാം യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ 1 ലേഖനം 2 അധ്യായത്തിൽ വായിക്കുമ്പോൾ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. യോഹന്നാൻ്റെ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 27 വാക്യം. ഇത് പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്കുള്ള ഒരേ ഒരു ലക്ഷ്യം, കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവവചനം പഠിക്കണം, അത് അനുസരിച്ച് ജീവിക്കണം, അത്രമാത്രം. ഇനിയും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ജീവിതത്തിനും പെരുമാറ്റ രീതികൾക്കും ഏറിയ പങ്കും നിരവാധികമായ നിലവാരങ്ങളില്ലാത്തൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഭൂരിപക്ഷം വോട്ടിനാൽ അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നുന്നതിനെ പെരുമാറ്റങ്ങളുടെ നിലവാരമായി കാണുന്ന ഒരു വ്യവസ്ഥിതിയിലാകുന്നു നാം ഇന്ന് ജീവിക്കുന്നത്. നാം വസിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് നമുക്കറിയാവുന്ന എല്ലാറ്റിനും വിപരീതമായൊരു വ്യവസ്ഥിതിയാകുന്നു ഞാൻ ഈ പറഞ്ഞത്. ഭൗതിക വീക്ഷണത്തിൽ ശാസ്ത്രസംബന്ധിയായ ഓരോന്നിനും വ്യക്തമായ നിലവാരങ്ങളുണ്ട്. നമ്മുടെ ഈ അഖിലാണ്ടം മുഴുവനും സ്ഥിരീകൃതമായ നിയമങ്ങളിലാകുന്നു ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ പേടകം കൃത്യമായി ബഹിരാകാശത്തേക്ക് അയക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഒരു ഉപഗ്രഹത്തെ ബാഹ്യാകാശത്തേക്ക് അയക്കുവാനും എത്ര ഡിഗ്രിയിൽ എത്ര വേഗത്തിൽ എവിടെ അതിനെ എത്തിക്കണമെന്ന് കണക്ക് കൂട്ടുവാനും അവിടെ എത്തിക്കുവാനും കഴിയുന്നതിന് കാരണം ഈ പറഞ്ഞ മാറ്റമില്ലാത്ത നിയമങ്ങൾ മൂലമാകുന്നു. ശാസ്ത്രശാഖ ഏതായിരുന്നാലും, അത് ജീവശാസ്ത്രമോ സസ്യശാസ്ത്രമോ ശരീരശാസ്ത്രമോ ജ്യോതിശാസ്ത്രമോ ഗണിതശാസ്ത്രമോ യന്ത്രശാസ്ത്രമോ, അങ്ങനെ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മാറ്റമില്ലാത്ത നിയമങ്ങളാൽ പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഭൗതികത്തിൽ നിന്നും ആത്മീകത്തിലേക്ക് നാം മാറുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്ഥിരീകൃതമായ നിയമങ്ങളുള്ള ഒരു ലോകമുണ്ട്. ഇത് അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ മനുഷ്യർ തയ്യാറല്ല. സാൻമാർഗിക ലോകത്തിൽ യാതൊരു നിയമങ്ങൾക്കും വിധേയപ്പെടുവാൻ മനുഷ്യന് മനസ്സില്ല. അവൻ്റെ സ്വന്തം മനസ്സിൽ തോന്നുന്നത് അനുസരിക്കുവാനല്ലാതെ ധാർമ്മിക ലോകത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി നൽകിയിരിക്കുന്ന നിയമങ്ങൾക്ക് നേരെ കണ്ണടച്ചു പോകുവാനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. അത് വലിയ വിപത്തിൽ കൊണ്ട് ചാടിക്കും. ഭൗതിക ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടു പോകാതിരിക്കുന്നത് മനുഷ്യൻ്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്നത് പോലെ ആധ്യാത്മിക ലോകത്തെ നിയമങ്ങളെ അവഗണിച്ചാൽ അത് സാൻമാർഗിക ലോകത്തിൽ നിന്നും അന്യപ്പെട്ടു പോകുവാൻ ഇടവരുത്തും. മനുഷ്യ ജീവിതത്തിൽ ദൈവം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ധർമ്മനീതിയുണ്ട്. ഭൗതിക നിയമങ്ങൾ പോലെ തന്നെ ആത്മീയ നിയമങ്ങളും ഉണ്ട്. ഈ എയ്ഡ്സ് എന്ന രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പലരും എന്നോട് ചോദിച്ചു, അത് ദൈവം അയച്ച ശിക്ഷയാകുന്നുവോ എന്ന്. അതിന് ഞാൻ നൽകിയ മറുപടി, കരൾ വീക്കമോ ശ്വാസകോശ ക്യാൻസറോ ദൈവത്തിൻ്റെ ശിക്ഷയായിരിക്കുന്നത് പോലെ തന്നെയാണ് എയ്ഡ്സും ദൈവശിക്ഷയായിരിക്കുന്നത്. മദ്യത്തിനടിമയാകുവാൻ ഒരുവൻ തീരുമാനിച്ചാൽ അവൻ്റെ കരൾ നശിക്കുമെന്നത് വാസ്തവമാകുന്നു. പുകവലി ശീലമാക്കിയവർക്ക് ശ്വാസകോശ ക്യാൻസർ വരും. അതുപോലെ ദൈവം വെച്ചിരിക്കുന്ന സാൻമാർഗിക നിയമങ്ങളെ അവഗണിച്ചാൽ അത് എയ്ഡ്സിലേക്കും ഗൂഹ്യ രോഗങ്ങളിലേക്കും ഒരുവനെ കൊണ്ടെത്തിക്കും. വിതയ്ക്കുന്നത് കൊയ്യും എന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണം മാറ്റമില്ലാത്ത ഒരു നിയമമാകുന്നു. വേറൊരു ഉദാഹരണം പറയാം. ഗുരുത്വാകർഷണം എന്നൊരു നിയമം ദൈവം വെച്ചിട്ടുണ്ട്, ഗ്രാവിറ്റി. അതിനെതിരായി വാദിക്കുവാൻ ആരെങ്കിലും ഒരുങ്ങുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് മാറ്റമില്ലാത്തൊരു നിയമമാകുന്നു. ഈ പറഞ്ഞ നിയമം ദൈവം വെച്ചതാണെന്ന് വിശ്വസിക്കാത്ത ഒരു നാസ്തികനായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും നിങ്ങളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടുവാൻ തീരുമാനിച്ചാൽ നിങ്ങൾ താഴേക്ക് തന്നെ വരും എന്നതിന് രണ്ട് പക്ഷമില്ല.
ആ കാര്യത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാൻ യാതൊരു സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നതല്ല അവിടുത്തെ ചോദ്യം. പിന്നെയോ മാറ്റമില്ലാത്ത നിയമം എന്താകുന്നു എന്നതാണ് ചോദ്യം. നിങ്ങൾ അതിനെതിരായി പോയാൽ അത് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കും. ഭൗതിക നിയമങ്ങളുടെ കാര്യത്തിലും ഈ പറഞ്ഞത് തന്നെയാണ് വാസ്തവം. പ്രകൃത്യാ ഉള്ള നിയമങ്ങളെ ലംഘിച്ചിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളെ അതിജീവിക്കുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ ആത്മീക നിയമങ്ങളെ ലംഘിച്ചിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നത് മഠേത്തരമല്ലാതെ എന്താണ്? ഭൗതിക ലോകത്തെ മാറ്റമില്ലാത്ത നിയമങ്ങളാൽ പ്രവർത്തിപ്പിക്കുന്ന അതേ ദൈവമാകുന്നു ആത്മീക ലോകത്തെയും തൻ്റെ നിയമങ്ങളാൽ പ്രവർത്തിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ആത്മീയ നിയമങ്ങൾ നാം കണ്ടെത്തുന്നത് എങ്ങനെയാണ്, എവിടെയാണ് എന്നൊക്കെയുള്ള ചോദ്യം വരും. മനുഷ്യൻ്റെ പെരുമാറ്റങ്ങൾക്ക് വെച്ചിട്ടുള്ള നിരുപാധികമായ നിലവാരങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ശരിയും തെറ്റും തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നത് എന്താണ്? അതിന് എനിക്കറിയാവുന്ന ഒരേ ഒരു ഉറവിടമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ വചനമായ ബൈബിളാകുന്നു. ബൈബിൾ പഠിക്കേണ്ടതുണ്ടെന്ന് പലർക്കും അറിയാം. എന്നാൽ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാതെയുള്ള ശ്രമം പലപ്പോഴും ഉദ്ദേശിച്ച ഫലം തരുന്നില്ല. ദൈവത്തിന് മനുഷ്യനോട് പറയുവാനുള്ളത് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവിക പ്രമാണ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ആയതിനാൽ അത് ശരിയായ വിധത്തിൽ പഠിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ ജീവസന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ഏത് പുസ്തകം പഠിക്കണമെങ്കിലും ചില നിർദ്ദേശങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ലഭിക്കുന്നതും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ബൈബിൾ സ്വയമായി എങ്ങനെ പഠിക്കുവാൻ സാധിക്കും എന്നാണ് നാം തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ബൈബിൾ പഠന മാർഗനിർദ്ദേശങ്ങൾ പഠിക്കുന്നതിന് മുൻപ് ബൈബിളിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ബൈബിൾ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാകുന്നുവോ? ഇന്നോളം എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം ദ്രോഹം സഹിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഗ്രന്ഥമാകുന്നു ഈ വിശുദ്ധ ബൈബിൾ. വളരെയധികം ആക്രമണം ഇതിനോടുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇത് അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് ആളുകൾക്ക് സഹായകരമായിട്ടുണ്ട്. ഇന്നും സഹായമായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പല സഹസ്രാബ്ദങ്ങളായി അത് അപ്രകാരം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യകുലത്തിന്മേൽ ഇത്രയധികം സ്വാധീനവും ഈ സ്വഭാവവുമുള്ളൊരു പുസ്തകം തീർച്ചയായും സകല മനുഷ്യരുടെയും ബുദ്ധിപൂർവമായ പരിഗണന അർഹിക്കുന്നത് തന്നെയാണ്. സാധാരണ ഒരു പുസ്തകം പോലെ മാത്രം ഇതിനെ കണക്കാക്കുന്നത് ദോഷം മാത്രമല്ലാതെ യാതൊരു പ്രയോജനവും ആർക്കും ചെയ്യുകയില്ല. സർ വാൾട്ടർ സ്കോട്ട് എന്ന മഹാനായ എഴുത്തുകാരൻ ഒരുപാട് പുസ്തകം അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ മരണശയ്യയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ലോക്ഹാർട്ടിനോട് തനിക്ക് വേണ്ടി വായിക്കുക എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നതിന് ശേഷം അദ്ദേഹം ഈ വാൾട്ടർ സ്കോട്ട് എഴുതിയ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന അലമാരയിൽ ഇങ്ങനെ പരതി അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അതിലൊന്നിലും തൃപ്തിപ്പെടാതെ ഈ ലോക്ഹാർട്ട് വാൾട്ടർ സ്കോട്ടിനോട് തന്നെ ചോദിച്ചു, സർ, ഏത് പുസ്തകമാണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ഇപ്പോൾ വായിക്കേണ്ടത് എന്ന്. അതിന് വാൾട്ടർ സ്കോട്ട് കൊടുത്ത മറുപടി, എന്തുകൊണ്ടാണ് നീ അങ്ങനെ എന്നോട് ചോദിക്കുന്നത്? ഒറ്റ പുസ്തകം മാത്രമേ ഉള്ളൂ, ബൈബിൾ കൊണ്ടുവരൂ. മരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് മനുഷ്യനും ഒരൊറ്റ പുസ്തകം മാത്രമേ ഉള്ളൂ. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും കൂടിയുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. തങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ എത്തുന്നത് വരെ ഒരു വലിയ പങ്ക് ആളുകളും ബൈബിളിൽ തൽപരരാകുകയില്ല എന്നതൊരു ദുഃഖസത്യമാണ്. അതല്ലാത്ത പക്ഷം അവർ എന്തെങ്കിലും വലിയ പ്രതിസന്ധിയിലെത്തണം. ഇത് തെറ്റായ പ്രവണതയാണ്. പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങൾക്കൂടെയും പോകുമ്പോൾ ആശ്വാസവും ആനന്ദവും കണ്ടെത്തുവാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഒരു പുസ്തകം ഉണ്ടെന്നുള്ളത് അതിമഹത്തായ സംഗതിയാകുന്നു. എന്നാൽ സകല ഊർജ്ജസ്വലതയോടും കൂടി ജീവിക്കുവാൻ സഹായകരമായ പുസ്തകം കൂടിയാകുന്നു ഇത്. ഇന്നത്തെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ സഹായകരമായ പുസ്തകമാണിത്.
അതേസമയം തന്നെ ഈ ലോകത്തിലൂടെ അടുത്തതിലേക്ക് പ്രവേശിക്കുവാനുള്ള ഉറപ്പായ മാർഗം കാണിച്ചു തരുന്നതും ഈ പുസ്തകമാകുന്നു. അടിയന്തര അവസരങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമ്മെ ശക്തരാക്കുന്ന ഒരേ ഒരു പുസ്തകം ഈ ബൈബിൾ മാത്രമാകുന്നു. മാത്രമല്ല, ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മെ തകർത്ത് കളയാതെ നമ്മെ സൂക്ഷിക്കുന്നതും ഇതുതന്നെ ആകുന്നു. മറ്റേതൊരു പുസ്തകത്തിൽ നിന്നും വിശുദ്ധ ബൈബിൾ വ്യത്യസ്തമാണ്. ഈ മഹൽ ഗ്രന്ഥം ലോകത്തിലെ മഹാന്മാരെ സ്വാധീനിക്കുകയും തന്മൂലം അവർ ലോകത്തെ സ്വാധീനിക്കുകയും ചെയ്തു എന്നത് വ്യക്തമാണ്. ചില ഉദാഹരണങ്ങൾ ഞാൻ ഒന്ന് പറയട്ടെ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന വിക്ടോറിയ രാജ്ഞിയെ സന്ദർശിക്കുവാൻ ആഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യത്തു നിന്നുള്ളൊരു രാജാവ് ഇംഗ്ലണ്ടിൽ ഒരിക്കൽ വന്നു. അദ്ദേഹം രാജ്ഞിയോട് ഇപ്രകാരം ചോദിച്ചു: രാജ്ഞി, എന്താണ് ബ്രിട്ടീഷ് രാജ്യത്തെ മഹത്തായതാക്കുന്നത്? അതിനുത്തരമായി രാജ്ഞി തന്നെ സന്ദർശിച്ച ആ രാജാവിന് അതിമനോഹരമായ ബൈൻഡിട്ട ഒരു ബൈബിൾ സമ്മാനിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇതാണ് ഈ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന്. ആ രാജ്യത്തിൻ്റെ അന്നത്തെ മഹത്വം ഇന്ന് നഷ്ടപ്പെട്ടതിന് കാരണം ഞാൻ വിശ്വസിക്കുന്നത് ദൈവവചനത്തെ അവഗണിച്ചതാകുന്നു എന്നത്രേ. ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാഡ്സ്റ്റോൺ പറഞ്ഞത്, ഇന്നത്തെ ചോദ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുവോ, എന്നാൽ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, അത് സുവിശേഷമാകുന്നു. അതെല്ലാം പരിഹരിക്കും. തൻ്റെ രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളവരിൽ മിക്കവാറും എല്ലാവരും തന്നെ ദൈവമക്കളാകുന്നു എന്നതിൽ താൻ സന്തോഷിക്കുന്നു. കഴിഞ്ഞ 58 വർഷങ്ങളായി താൻ പൊതുപ്രവർത്തനത്തിലാണ്. അതിൽ 11 വർഷം ഒഴികെ ബാക്കി മുഴുവൻ സമയവും താൻ ആ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിലെ അംഗമായിരുന്നു. ആ 47 വർഷങ്ങളിൽ ഈ നൂറ്റാണ്ടിലെ ഉയർന്ന നിലകളിൽ ആസൂത്രണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന 60 ഉന്നതന്മാരുമായി സഹകരിക്കുവാൻ തനിക്ക് സാധിച്ചു. അവരിൽ 5 പേരൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ദൈവവചനം വിശ്വസിക്കുന്ന, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായിരുന്നു എന്ന് ഗ്ലാഡ്സ്റ്റൺ പറയുകയുണ്ടായി. ഇന്ന് ലോകത്തിൽ കാണുന്ന പ്രശ്നങ്ങളുടെ ഒരു ഭാഗം എന്തെന്നാൽ, ആസൂത്രണം ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഉയർന്ന സ്ഥാനങ്ങളിൽ ചിലർ മാത്രമേ ബൈബിൾ ദൈവവചനമായി അംഗീകരിക്കുന്നുള്ളൂ എന്നതാണ്. ഏത് മതത്തിലുള്ളവരെന്നല്ല, ദൈവവചനവുമായി പരിചയമുള്ള ചുരുക്കം ചിലർ മാത്രമേ ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലുള്ളൂ എന്നതാണ് പരിതാപകരമായ സ്ഥിതി. 1800കളുടെ ആദ്യം ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാരിൽ അഗ്രഗണ്യനായിരുന്നു മൈക്കൽ ഫരാഡേ. അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി: തങ്ങളെ നയിക്കുവാൻ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ഈ അനുഗ്രഹീത ഗ്രന്ഥമുള്ളപ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നു എന്ന്. സത്യമാണല്ലേ? 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബഹുമുഖ പ്രതിഭയായിരുന്ന സർ ഐസക് ന്യൂട്ടൺ പറയുകയുണ്ടായി, ബൈബിൾ സത്യമെങ്കിൽ മനുഷ്യർ മണിക്കൂറിൽ 50 മൈൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന സമയം വേഗം വരുവാൻ പോകുന്നു എന്ന്. ഇത് ഐസക് ന്യൂട്ടൺ പറഞ്ഞപ്പോൾ ഫ്രഞ്ച് നാസ്തികനായിരുന്ന വോൾട്ടയർ അതിനോട് ഇപ്രകാരമാണ് പ്രതികരിച്ചത്. വോൾട്ടയർ പറഞ്ഞു, പാവം ഐസക്, അവൻ ഈ പ്രവചനം നടത്തിയത് അവൻ്റെ ദുർബലമായ വാർദ്ധക്യത്തിലാകുന്നു. ശാസ്ത്രീയമായി ചിന്തിക്കാത്ത ഒരു മനസ്സിനെ ബൈബിൾ എങ്ങനെ ദുർബലപ്പെടുത്തുമെന്നത് കാണിക്കുന്നു ഈ ഐസക്കിൻ്റെ വാക്കുകൾ എന്ന്. യാഥാർത്ഥ്യമെന്ത് എന്ന് ഇന്ന് ജീവിക്കുന്ന നമ്മെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. 50 മൈൽ വേഗത്തിലാണോ? അതാണ് ദൈവവചനത്തിൻ്റെ മഹത്വം. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ ആഡംസ് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പരിമിതമായ അറിവ് വെച്ച് എൻ്റെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഞാൻ ബൈബിൾ മുഴുവൻ പരിശോധിച്ചു. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ലോകത്തിലുള്ളതിലേക്കും മഹത്തായ പുസ്തകം ബൈബിളാകുന്നു. അതിൽ ഞാൻ കണ്ടിട്ടുള്ള ലൈബ്രറികളിൽ ഉള്ളതിനേക്കാൾ ഏറെ എൻ്റെ ആശയങ്ങളും ഞാൻ മനസ്സിലാക്കുവാൻ പാടുപെടുന്ന തത്വചിന്തകളും അടങ്ങിയിരിക്കുന്നു എന്ന്.
മറ്റൊരു പ്രസിഡന്റ് ഇപ്രകാരം പറഞ്ഞു, ലോകത്തിലെ ഒരു മനുഷ്യനായി ലോകത്തിലുള്ള മനുഷ്യരോട് എനിക്ക് പറയുവാനുള്ളത് ബൈബിൾ പരിശോധിക്കുക. എല്ലാ പ്രായത്തിലുമുള്ളവർക്ക്, എല്ലാ കാലത്തും, മനുഷ്യജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും മറ്റേതൊരു പുസ്തകത്തെക്കാൾ ഏറെ വായിക്കേണ്ടതാണ് ബൈബിൾ എന്ന്. ഒന്നോ രണ്ടോ പ്രാവശ്യം വായിക്കുന്നതല്ല, പിന്നെയോ അല്പമേ വായിച്ചുള്ളൂ എങ്കിലും എന്നും വായിക്കുക. ഈ പറഞ്ഞ രാജ്യതന്ത്രജ്ഞന്മാർ അവരുടെ രാഷ്ട്രങ്ങളെ യുദ്ധങ്ങളിലേക്ക് തള്ളിവിട്ടില്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ പുരോഗതി പ്രാപിച്ചിരുന്ന പല രാജ്യങ്ങളും ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ദൈവവചനത്തിൽ നിന്നും അകന്നുപോയത് തന്നെയാണ്. ഇന്നത്തെ ഭരണകർത്താക്കൾ പറയുന്നത് ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒന്നുമില്ല എന്നത്രേ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ വചനം മുഴുവൻ ക്രമാനുഗതമായി പഠിപ്പിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. തോമസ് ജെഫർസൺ എന്ന മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്, ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളതും ഇന്നും പറയുന്നതും എന്തെന്നാൽ, ബൈബിൾ ഗഹനമായി പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാകും രാജ്യത്തിൻ്റെ നല്ല പൗരന്മാർ, കുടുംബത്തിലെ നല്ല ഭർത്താക്കന്മാർ, നല്ല അപ്പന്മാർ. ഇന്ന് രാജ്യത്ത് പ്രശ്നങ്ങൾ ഏറി വരുന്ന ഈ കാലത്ത് കുടുംബങ്ങളിൽ ബന്ധങ്ങൾ ശിഥിലമാകുന്ന പശ്ചാത്തലത്തിൽ നാം ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയം അതത്രേ. ഇനി 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രഗത്ഭനായ എഴുത്തുകാരനും രാജ്യതന്ത്രജ്ഞനുമായിരുന്ന ഡാനിയൽ വെബ്സ്റ്റർ പറഞ്ഞതും കൂടി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിത രീതിയിലോ ചിന്തകളിലോ എന്തെങ്കിലും നന്മ കാണുന്നുവെങ്കിൽ ആയത് എൻ്റെ ചെറുപ്രായത്തിൽ ബൈബിളിനെ സ്നേഹിക്കുവാൻ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഹൃദയത്തിൽ പാകിയ വിത്തുകൾ മൂലം മാത്രമാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുമോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു ഡാനിയൽ വെബ്സ്റ്ററെയോ അതോ ഒരു ബൈബിൾ നിഷേധിയോ ദൈവനിഷേധിയോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇപ്രകാരമുള്ള മൂല്യങ്ങളാണോ കാണിക്കുന്നത്? ഹെൻറി വാൻ ഡ്യൂക്ക് എന്ന മഹാൻ വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് രചിച്ച വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനമുണ്ട്. അദ്ദേഹം ഇപ്രകാരം എഴുതി, കിഴക്ക് ജനിച്ച് പൗരസ്ത്യ രൂപത്തിലും വേഷവിധാനത്തിലും വിശുദ്ധ ബൈബിൾ സകല ലോകത്തിൻ്റെയും വഴിയായി എല്ലാവരുടെയും സ്നേഹിതനായി തനിക്കുള്ളവരെ കണ്ടെത്താനായി ഓരോ ദേശങ്ങളിലും പ്രവേശിക്കുന്നു. മനുഷ്യഹൃദയങ്ങളോട് നൂറുകണക്കിന് ഭാഷകളിൽ സംസാരിക്കുവാൻ അതിനറിയാം. അത്യുന്നതനായവൻ്റെ ദാസനാകുന്നു താനും എന്ന് ചക്രവർത്തിയോട് പറയുവാൻ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ബൈബിൾ ഓരോ ദരിദ്രനും ദൈവത്തിൻ്റെ പൈതലാകുന്നു എന്ന് ഉറപ്പ് നൽകുവാനായി അവരുടെ കുടിലിലേക്കും പ്രവേശിക്കുന്നു. കുട്ടികൾ ഇതിലെ കഥകൾ കേട്ട് അത്ഭുതപരതന്ത്രരാകുന്നു, ആഹ്ലാദിക്കുന്നു. വിദ്വാൻമാർ ഇതിലെ സംഭവങ്ങളെ ജീവിത മാതൃകകളായി അംഗീകരിക്കുന്നു. അപകട സമയത്തിന് ഇത് സമാധാനത്തിൻ്റെതായ വാക്കുകളുണ്ട്, ദുരിതത്തിൻ്റെ മധ്യത്തിൽ ആശ്വാസത്തിൻ്റെ വാക്കുകളുണ്ട്, അന്ധകാരത്തിൻ്റെ സമയങ്ങളിൽ പ്രകാശത്തിൻ്റെ വാക്ക്. ആളുകൾ കൂടി വരുന്നിടത്ത് ഇതിലെ അരുളപ്പാടുകൾ ആവർത്തിക്കുന്നു. ഇതിലെ ആലോചനകൾ ഏകാഗിയുടെ കാതുകളിൽ മന്ത്രിക്കും. ദുഷ്ടനും അഹങ്കാരിയും ഇതിലെ മുന്നറിയിപ്പുകളുടെ മുൻപിൽ വിറയ്ക്കുന്നു. എന്നാൽ തകർന്നവനും പശ്ചാത്താപകുലനും ഇതൊരു മാതാവിൻ്റെ സ്വരമാകുന്നു. കാടും ഏകാന്ത സ്ഥലവും ഇതിനാൽ സന്തുഷ്ടമാക്കപ്പെടുകയും ഇതിലെ സുപരിചിതമായ പേജുകൾ വായിക്കുന്നതിനാൽ ഹൃദയത്തിൽ തീ കൊളുത്തപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നങ്ങളിൽ ഇത് നെയ്തിരിക്കുന്നു. അങ്ങനെ സ്നേഹം, സഖിത്വം, സഹതാപം, ഭക്തി, ഓർമ്മകളും പ്രത്യാശകളും എല്ലാം അതിലെ അമൂല്യ ദൂതുകളായ മനോഹര വസ്ത്രത്തിന്മേൽ വെച്ചിരിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് ഭക്തന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം പറയുവാൻ സമയം തികയുകയില്ല. ജീവിതത്തിൽ ഇതിനെ തിരിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ കഴിഞ്ഞവർ അതിൻ്റെ മാധുര്യം വർണ്ണിക്കുമല്ലോ. അനേക മഹാന്മാരുടെ വാക്കുകൾ ഉദ്ധരിക്കുവാൻ കഴിയും. ദൈവവചനത്തിൽ അടിയുറച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുള്ള മഹൽ വ്യക്തികൾ ദൈവവചനം അവരുടെ വഴികാട്ടിയായിരുന്നതിനാൽ ജീവിതത്തിൽ വിജയം വരിച്ചു. ദൈവവചനത്തിൽ നിന്നും മനുഷ്യൻ എത്രമാത്രം അകലുമോ അത്രമാത്രം നമ്മുടെ പ്രശ്നങ്ങളും കുഴഞ്ഞു മറിഞ്ഞതാകും എന്ന കാര്യം മറന്നു പോകരുത്.
ദൈവവചനം ഗ്രഹിക്കാത്തതും അനുസരിക്കാത്തതുമാണ് നമ്മുടെ ലോകത്തിൽ നാം ഇന്ന് കാണുന്ന സകല അസമാധാനത്തിനും കാരണം. നമ്മുടെ ലോകത്തിൽ കലാപങ്ങൾക്കൊരു അറുതി വരുത്തുവാൻ, ഭീകരപ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുവാൻ, അഴിമതിയും അജ്ഞതയും അന്ധവിശ്വാസങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുവാൻ അതിനുള്ള ഏകമാർഗം ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ ഗ്രഹിക്കുന്നതും അനുസരിക്കുന്നതുമാകുന്നു എന്നതിന് രണ്ട് പക്ഷമില്ല. മനുഷ്യനെ ഒരു മതത്തിൽ നിന്നും വേറൊന്നിലേക്ക് കൊണ്ടുവരികയല്ല, പിന്നെയോ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ആലോചനകൾ മനുഷ്യനെ ഗ്രഹിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറഞ്ഞപക്ഷം നമുക്കെങ്കിലും ദൈവവചനത്തിലേക്ക് വരാം. ദൈവവചനം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ലോകചരിത്രത്തിൽ തിളങ്ങി നിന്നവരിൽ അനേകർക്കും പറയുവാനുണ്ടായിരുന്നത് തങ്ങളുടെ മാതാപിതാക്കൾ ഈ ദൈവവചനം തങ്ങൾക്ക് തന്നതിനാൽ, അത് തങ്ങളെ പഠിപ്പിച്ചതിനാലാകുന്നു ശരിയായ പാതയിൽ പോകുവാൻ അവർക്ക് സാധിച്ചതെന്ന്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുവാൻ നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും വലിയ ധനം ഈ ദൈവവചനം ആകുന്നു. ബൈബിൾ വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, അവരെ വചനം പഠിപ്പിക്കുക. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടോ? അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് അവരിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു. നാം മുൻപോട്ട് പഠിക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരായുസ്സിൽ മനുഷ്യന് സ്വായത്തമാക്കുവാൻ കഴിയുന്ന ഏറ്റവും അമൂല്യമായ സമ്പത്താകുന്നു ദൈവത്തിൻ്റെ ആലോചനകൾ എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. കാരണം ഇത് സ്വന്തമാക്കിയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് 1000 പൊൻവണ്ടി നാണ്യത്തെക്കാൾ അങ്ങയുടെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്കുത്തമം. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ എന്നത്രേ.